ഇത് സ്റ്റുഡൻറ് പവലിയനാണ്. പവലിയനകത്തുള്ള കാഴ്ചകളാണ് പിന്നെ ഇവിടെ കാണുന്നത് കേട്ടോ. ഇത് ഫുള്ള് മരത്തിൻ്റെ കുറേ ഒരു തടികളാണ്. തടികളെ കൊണ്ടുള്ളൊരു പവലിയനാണ്. കാരണം സ്വീഡൻ എന്നുള്ള രാജ്യത്ത് ഇതുപോലെയുള്ള മരങ്ങളായിരിക്കും. അതാണ് ഇങ്ങനെ ഈ പവലിയനിൽ കംപ്ലീറ്റ് ഇങ്ങനത്തെ മരങ്ങൾ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് സൈഡ് തന്നെ വലിയ ഒരു തൂണ് പോലെ സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പവലിയൻ്റെ മുന്നിൽ നല്ലൊരു മരത്തിൻ്റെ തടികളൊക്കെ ഉണ്ടാണ്. ആ രീതിയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പവലിയൻ്റെ ഒരു വുഡൻ ടൈപ്പിലുള്ള ഒരു പവലിയനാണ്. ഒരു ഫോറസ്റ്റ് ഉള്ളിലേക്ക് പോകുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. സ്വാദിഷ് ഫോറസ്റ്റ്. പൾപ്പ് ഓഫ് ലൈഫ് ഓഫ് ദ ഫ്യൂച്ചർ. മരത്തിൻ്റെ പൾപ്പുകളാണ് ഇതിനകത്ത് നിറച്ച് വെച്ചിരിക്കുന്നത്. ഇത് ശരിക്കും സ്റ്റുഡൻ്റെ ഇത് മരങ്ങളാണ്. ഫുള്ളിങ്ങനെ ഓരോരോ മരങ്ങളാണ്. അത് മരത്തിൻ്റെ ചെറിയ പീസുകളുണ്ടോ. വുഡ് ഇമ്മ്യൂണിറ്റി പേയ്മെൻറ്റ് ബെനിഫിറ്റ്. ഇത് മരത്തിൻ്റെ വിത്തുകളാണെന്ന് തോന്നുന്നു. ഇത് ശരിക്ക് ഫുള്ള് മരങ്ങളാണ്. സ്വീഡൻ ഫോറസ്റ്റ് ആണ്. അതിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് നമ്മൾ പോയി നോക്കുക. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ തൂണുകൾ കണ്ടോ മരത്തിൻ്റെ. ഇതാണ് ആ വുഡിൻ്റെ തടി. ഇതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് സംഭവം. ഓരോ പവലിയനും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. നല്ല ഭംഗിയുണ്ട്. നല്ലൊരു മരത്തിൻ്റെ തടികളൊക്കെയാണ് കേട്ടോ. ഒരു കാട്ടിലേക്ക് ചെന്ന മാതിരിയാണ് ഈ പവലിയൻ്റെ അകത്തോട്ട് നമ്മൾ ചെന്ന. പക്ഷേ മരത്തിനൊന്നും തല ഉണ്ടാവില്ല, അതിൻ്റെ ഉടൽ മാത്രം ഉണ്ടാവും. അങ്ങനത്തെ ഒരു രസമുണ്ട്. ഇതിൻ്റെ മേൽക്കൂര കണ്ടോ സംഭവം. നല്ല ക്രിയേറ്റിവിറ്റി ആയിട്ട് ഇതിനെ തന്നെ ഉണ്ടാക്കി. എക്സിറ്റ് ബോർഡ് പോലും ഉണ്ടാക്കിയിരിക്കുന്നത് മരത്തുമ്മൽ കൊത്തുവെച്ച് കണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ലൊരു വെറൈറ്റി കാഴ്ച തന്നെ കേട്ടോ. ഈ സ്റ്റുഡൻ പവലിയനകത്ത് നമുക്ക് കാണാൻ പറ്റും. എക്സിറ്റൊക്കെ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു.